വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കസ്റ്റാർഡ് കേക്കിന്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓവണോ ബീറ്ററോ ഒന്നും തന്നെ ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ മൈദ വെച്ചിട്ടല്ല ഉണ്ടാക്കിയെടുക്കുന്നത്, ഇത് റവ വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇതിന് പാകത്തിനുള്ള ഒരു മധുരമാണ്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ റവയും പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര നല്ല രീതിയിൽ തന്നെ പൊടിച്ച് കിട്ടിയിട്ടുണ്ട്, റവയും ഏകദേശം നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം, വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുതേ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഏകദേശം ഒരു 5-10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ ഇത് ഞാനൊരു 10 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നിങ്ങളുടെ ബാറ്റർ കുറച്ച് കട്ടിയാണെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ പാല് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി, കുറച്ച് ലൂസാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇത് ഈ ഒരു കേക്കിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു യെല്ലോ ഫുഡ് കളർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, ഞങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേക്ക് ഉണ്ടാക്കുമ്പോൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ട്യൂട്ടി ഫ്രൂട്ടി എത്തും. അതുകൊണ്ടാണ് ഈ മൈദയിൽ മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഓവറായിട്ട് കുത്തി കുഴക്കൊന്നും വേണ്ട, ചെറിയ രീതിയിൽ മാത്രം മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ കേക്കിൻ്റെ മിക്സ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മൈദയൊന്നും വെച്ചിട്ടല്ല ചെയ്തെടുക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഞാനിതിൻ്റെ സൈഡൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കപ്പ് കേക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കപ്പ് കേക്കിൻ്റെ ഒരു മോൾഡുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ പേപ്പർ കപ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഓരോ തവി ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു കപ്പ് കേക്ക് കുറച്ച് വലുപ്പമുള്ളതിനാൽ ഞാൻ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട, ഏകദേശം ഒരു 3/4 ഭാഗത്തോളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പ് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു ചെമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു റിങ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 15-20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ തുറന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അടുത്ത് റെഡ് കളറും ഗ്രീൻ കളറിലെ ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതാ ഏകദേശം 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സ്ക്വയർ വെച്ച് കുത്തി നോക്കി. അപ്പോൾ ഇത് ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നമ്മൾ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെറും 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റവ വെച്ചിട്ടുള്ള നല്ലൊരു കസ്റ്റാർഡിൻ്റെ കപ്പ് കേക്കാണ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമാവും. അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വെറും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ, അതുപോലെ തന്നെ കുറച്ച് സമയം മാത്രമേ ഇതിന് വേണ്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.
അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് തന്നെ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കാൻ പാടില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക്